നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കണ്ടാണല്ലോ സെറിബ്രൽ പാൾസി ബാധിച്ച ഒരാൾ ഇന്ത്യൻ റെയിൽവേയിൽ സർവീസിലേക്ക് കയറുന്നു. സിവിൽ സർവീസിൽ മികച്ച നേട്ടം സ്വന്തമാക്കിയ ശാരീരികനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞാണ്. അതുപോലെ സ്വന്തം മുമ്പിലുള്ള ശാരീരികമായ വെല്ലുവിളികളെയൊക്കെ ആത്മവിശ്വാസത്തോടുകൂടി ആത്മധൈര്യത്തോടുകൂടി മറികടന്ന് പുതിയ പുതിയ വിജയങ്ങളിലേക്ക് പോകുന്ന ഒരാൾ സംസ്ഥാന പാരാ നീന്തൽ മത്സരത്തിൽ 3 സ്വർണ്ണ മെഡലുകൾ നേടിയിരിക്കുകയാണ് വിഴിഞ്ഞം സ്വദേശിനിയായ ചിത്ര. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ MTech വിദ്യാർത്ഥിനി കൂടിയാണ് ചിത്ര. ഇനിയും പ്രതീക്ഷകൾ ഒരുപാടാണ്. എന്നോ താൻ കണ്ട സ്വപ്നങ്ങളൊക്കെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുകയാണ് ചിത്ര ഇപ്പോൾ. മുല്ലൂർ സ്വദേശിനിയാണ് ഞാൻ അവിടെ ADS മെമ്പറാണ്. പിന്നെ അവിടെ അദാനിയുടെ കമ്മ്യൂണിറ്റി വോളണ്ടിയറാണ്. അതുകൂടാതെ CPMയുടെ ബ്രാഞ്ച് അംഗമാണ്. പിന്നെ മഹിളാ അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ നാട്ടിൽ തന്നെ ഓൾ ഇൻ ഓളായിട്ട് ഓടി നടക്കും. എൻ്റെ വീട്ടുകാർ ആദ്യമേ തന്നെ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ തന്നെ ഒരു കുട്ടി എന്തൊക്കെ പഠിച്ചിരിക്കണം അതൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒന്നിലും മാറ്റി നിർത്തിയിട്ടില്ല. പിന്നെ എന്നെ ഒരു ജനറൽ കുട്ടിയെ എങ്ങനെയാണോ സാധാരണ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിനെ പരിപാലിക്കുന്നത് അതുപോലെ തന്നെയാണ് നോക്കിയത്. ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ല. ഒരു വശത്ത് കുടുംബവും പഠനവും ജോലി എന്ന സ്വപ്നവുമാണെങ്കിൽ മറുവശത്ത് നീന്തലിലൂടെ ജീവിതത്തിൽ പലതും നേടിയെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഇപ്പോൾ നാഷണലിൽ പോകുന്ന ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ എന്തായാലും നാഷണലിൽ എൻ്റെ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഒരു കലാലയവും അവിടുത്തെ അധ്യാപകരും മുഴുവൻ പിന്തുണയുമായി ചിത്രയോടൊപ്പമുണ്ട് എപ്പോഴും. എപ്പോഴും ചിത്രയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. രാവിലെ 5 മണിക്ക് എണീറ്റ് സ്വിമ്മിങ്ങിന് പോകണം. അത് കഴിഞ്ഞ് വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ആ പരിമിതികളെയൊക്കെ മറികടന്നുകൊണ്ട് ചിത്ര വളരെ ധൈര്യത്തോടുകൂടി മുന്നേറി എന്നുള്ളതാണ്. ഭയങ്കര ഡിറ്റർമിനേഷനാണ്. ചിത്രയെ നമ്മൾ വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് കാണുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു നിധിയാണെന്നേ പറയുള്ളൂ. ഗോഡ്സ് ഗിഫ്റ്റ് ആണ് ചിത്ര. അടുത്ത മാസം ഗോവയിൽ നടക്കാൻ പോകുന്ന ദേശീയ പാരാ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് ചിത്രയാണ്. അപ്പോൾ ദൈവം നമുക്ക് എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് സംഭവിക്കുമ്പോൾ ഒരു പോസിറ്റീവിന് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ സ്വിമ്മിങ് പോലൊരു ഇവൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്. പ്രതിസന്ധികളിൽ തളരാത്ത പോരാളിയായ ചിത്ര കേരളത്തിനായി സ്വർണ്ണ മെഡൽ നേടി തിരികെ എത്തും. അവളുടെ സഹപാഠികളെ പോലെ ഞങ്ങളും അത് ആഗ്രഹിക്കുന്നു. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിനുണ്ട് നമുക്കിപ്പം. ജിബിനെ, അധ്യാപകരുടെ മുഖത്തെ ചിരിയില്ലേ, ആ അഭിമാനത്തോടെയുള്ള ചിരിയിലുണ്ട്. ചിത്ര എത്രത്തോളം അവർക്ക് ഇഷ്ടമാണ്. ടീച്ചർ പറഞ്ഞ പോലെ നിധിയാണ് എന്ന് പറയുന്നത്. ചിത്രയാണെങ്കിൽ ചില്ലറക്കാരിയല്ല അല്ലേ. സംഘടനാ പ്രവർത്തനം, CPM പ്രവർത്തനം, അവിടുത്തെ NGO അസോസിയേഷൻ, അങ്ങനെ വളരെ സജീവമായ ഒരാൾ അല്ലേ. ഈ പരിമിതികളൊന്നും, അങ്ങനെ പരിമിതി എന്നൊരു സംഭവമേ ചിത്രയുടെ ജീവിതത്തിലില്ല. അത് തന്നെയാണ് ദിവിഷ്. ഈ പരിമിതികളെയൊക്കെ തന്നെ നീന്തി തോൽപ്പിച്ച ഒരു താരമായിരിക്കുകയാണ് നമ്മുടെ ചിത്ര എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നാട്ടിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളായിരുന്നാലും നാട്ടിലുള്ള മറ്റ് യുവജന സംഘടനകളിലൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി വേണ്ടി, അതായത് തൻ്റെ ജീവിതത്തെ ഒരു നിലയ്ക്ക് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ കൂടി, അതായത് മറ്റുള്ള യുവാക്കളെ കൂടി ഒരു ജോലി എന്ന സ്വപ്നത്തിലേക്കൊക്കെ തന്നെ എത്തിക്കുന്നതിന് വേണ്ടി നാട്ടിൽ കൂടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരാൾ കൂടിയാണ് ചിത്ര എന്ന് പറയുന്നത്. ചിത്ര വർഷങ്ങൾക്ക് മുമ്പ്, ചിത്രയ്ക്ക് ഇപ്പോൾ 32 വയസ്സാണ്. ചിത്ര വർഷങ്ങൾക്ക് മുമ്പ് BTech പഠനമൊക്കെ തന്നെ വയനാട് ഗവൺമെൻറ് കോളേജിൽ നിന്ന് പൂർത്തീകരിച്ചതാണ്. എന്നിട്ട് PSC ജോലി എന്നൊരു സ്വപ്നവുമായി നടന്നു. പക്ഷേ അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇനിയും തുടർന്ന് പഠിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു എഞ്ചിനീയറിംഗ് പഠനത്തിനായി എത്തുന്നത്. അവിടെ വെച്ചാണ് ചിത്രയുടെ ജീവിതത്തിലേക്ക് ഈ ഒരു നീന്തൽ എന്ന ഒരു പുതിയ അതിഥി കടന്നെത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ വെക്കേഷൻ സമയത്താണ് ഈ കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ നീന്തൽ പഠിപ്പിക്കുന്നതിന് 1 മാസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി ഒരു സ്വകാര്യ നീന്തൽ കുളത്തിലേക്ക് അയക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് മറ്റുള്ള കുട്ടികളോടൊപ്പം, സാധാരണക്കാരെ കുട്ടികളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ നീന്തൽ പഠിച്ച് അവിടെ നിന്ന് ആ 1 മാസത്തെ പഠനം പൂർത്തിയാക്കിയ ആളാണ് ചിത്ര. അതിനുശേഷമാണ് ഈ ഒരു നീന്തൽ തുടർന്നു കൊണ്ട് പോകുന്നതും ഈ ഒരു മത്സരത്തിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് 3 സ്വർണ്ണ മെഡലുകളുമായാണ് അവിടെ നിന്ന് ചിത്ര എത്തിയത്. എന്തായാലും കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ചിത്ര ഇനി പോകാൻ പോകുന്നത്. ഈ വിഴിഞ്ഞം മുല്ലൂർ സ്വദേശിനിയായിട്ടുള്ള ചിത്ര തൻ്റെ ജീവിതത്തിലുള്ള ഈ ഒരു പരിമിതികളെയൊക്കെ തന്നെ അതിജീവിച്ചതുപോലെ നമ്മുടെ കേരളത്തിന് വേണ്ടി പോരാടി സ്വർണവുമായി തന്നെ തിരികെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാലാണ് ചിത്ര. മാത്രമല്ല ആ കോളേജിലെ ഗവൺമെൻറ് CET കോളേജിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഡിവിഷ്, ഞങ്ങളും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. ശരിയാണ്. അപ്പോൾ കേരളത്തിന് മാത്രമല്ല ഭാരതത്തിൻ്റെ ആകെ അഭിമാനമാകട്ടെ ചിത്ര. അപ്പോൾ അടിപൊളി, നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും ചിത്രയ്ക്ക് കഴിയട്ടെ. ചിത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ശരി ജിബിനെ.